ജൂൺ 1 2 മാസത്തെ വെക്കേഷന് ശേഷം എൻ്റെ ചീവീടും കുഞ്ഞുങ്ങൾ അലപ്പും ചിലപ്പോൾ ഒക്കെ കഴിഞ്ഞ് സ്കൂളിലേക്ക് പോവാണ്. ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് ഞാനും പോയിട്ടുണ്ട്. ക്ലാസ്സിൽ കയറി ക്ലാസ് റൂമൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കി. നല്ല കളർഫുൾ ആയിട്ടുണ്ട്. സുഖമായിട്ട് കിടന്നുറങ്ങാൻ ഫാനൊക്കെ വെച്ചിട്ടുണ്ട്. എൻ്റെ കസേരയെ ചവിട്ടി നൃത്തം ചെയ്യുന്ന നർത്തകി. ഭിത്തിയിൽ ഊഞ്ഞാലാടുന്ന കുട്ടിയെ കണ്ടപ്പോൾ പഠിച്ചില്ലെങ്കിൽ ടീച്ചർ ഇതുപോലെ ആട്ടുമെന്ന് പറഞ്ഞപ്പം നമുക്ക് മേളിൽ പോയി ആടാന്ന്. അങ്ങനെ മേളിൽ വന്ന് ഊഞ്ഞാലാടാൻ വേണ്ടി വന്ന് നിന്നപ്പോൾ വേണ്ട ഒരു ഡാഡി കൂൾ തണുത്ത തന്തേ കുട്ടികളെ അവിടെ നിന്ന് ആട്ടുന്നു. കുറേ നേരം അവിടെ കറങ്ങി തിരിഞ്ഞൊക്കെ നിന്നു. അവർ സീറ്റ് ഒഴിഞ്ഞു തരുന്ന മട്ടില്ല. അത് കണ്ട് ഞങ്ങൾക്ക് ദേഷ്യം വന്നു. പിന്നെ ഞങ്ങൾ ബോറടിച്ചപ്പോൾ തിരിച്ച് താഴെ ഇറങ്ങി വന്ന് ഫാൻസി ഷോപ്പിൽ വന്നു. പിന്നെ ഒരു ഫോട്ടോസ്റ്റാറ്റ് എടുക്കാനുണ്ടായിരുന്നു. ഫോട്ടോസ്റ്റാറ്റൊക്കെ എടുത്ത് അത് കഴിഞ്ഞ് 2 മിഠായിയൊക്കെ മേടിച്ച്. കണ്ടോ ഡീസൻ്റായിട്ട് തിന്നുന്നത് കണ്ടോ. പിന്നെ കയറി ചെന്നപ്പോൾ ഗാന്ധിജി ഇറങ്ങി ഓടാൻ നിൽക്കുന്നത് പോലെ നിൽക്കുന്നു. വെയിറ്റ് ചെയ്യുവാണെങ്കിൽ ഞങ്ങൾ ഇപ്പോൾ വരാമെന്നൊക്കെ ഗാന്ധിജിയോട് പറഞ്ഞേച്ച് ഞങ്ങൾ നേരെ മേളിലേക്ക് കയറി ചെന്നു. അവിടെ ചെന്ന് പിള്ളേരുടെ ക്ലാസ്സിൽ ചെന്ന് സാധനങ്ങളൊക്കെ കൊടുക്കാണ്ടായിരുന്നു, കൊടുത്തു. തിരിച്ചിറങ്ങി വന്നപ്പോൾ പറഞ്ഞതനുസരിച്ച് അവിടെ നിൽപ്പുണ്ടായിരുന്നു ഗാന്ധിജി. പിന്നെ അതും കഴിഞ്ഞ് സ്കൂളിൽ സെറ്റ് ചെയ്തേക്കുന്ന പാർക്ക് ചെന്നൊക്കെ ഒരു തലതിരിഞ്ഞവൻ വരുന്നവരോ കണ്ടോ. എൻ്റെ പിള്ളേർ പിന്നെ ഡീസൻ്റാ. 1 2 കാണുന്നില്ലല്ലോ, 3 എല്ലാം വന്നിട്ടുണ്ട്. പ്രകൃതി രമണി നമ്മുടെ സ്വന്തം ആൾക്കാരായത് കാരണം കൊണ്ട് ആ സൈഡിലും കുറച്ച് നേരം ചുറ്റിത്തിരിഞ്ഞു. കളിക്കുന്ന മക്കൾ, കളിപ്പിക്കുന്ന അപ്പനും അമ്മയും. എന്നെ ഇവിടെ ഹടാതെ ആകർഷിച്ചത് ഈ വലിയ പെൻസിലുകളായിരുന്നു. ചുറ്റും പുറമൊക്കെ തിരിഞ്ഞ് നോക്കി നിൽക്കുന്ന നേരത്തിന് ഒരു കൊച്ചു വന്നിട്ട് എൻ്റെ ഷർട്ട് ചുമലയാന്ന് പറഞ്ഞുകൊണ്ട് നീല ഊഞ്ഞാൽ കിടന്നായിരുന്നു. സൈക്കോ. ഈ സാധനങ്ങളുടെയൊക്കെ പേരെന്താണെന്ന് എനിക്കറിയാൻ പാടില്ല. എൻ്റെ നിർവചനത്തിൽ എല്ലാം ഊഞ്ഞാലുകളാണ്. 3 പേരെ ബാലൻസ് ചെയ്യാൻ ഒരാൾ ഒക്കാഞ്ഞിട്ട് ബാക്കി കുറച്ച് പേരും കൂടെ വിളിച്ച് കയറ്റി നിൽക്കുന്നതാണ് ആ കാണുന്നത്. പാർക്കിൽ നിന്ന് നേരത്തെ ഇറങ്ങിയതിൻ്റെ വിഷമത്തിലാണ് ആ മോന്തയും വിറപ്പിച്ച് നിൽക്കുന്നത്. പിന്നെ ഞങ്ങൾ വന്ന് ഫാൻസിയിൽ കയറി. അപ്പോഴത്തേക്ക് നൊക്ലാഞ്ചിയ വന്നു. ഈ 30 വർഷത്തിനോടിടയ്ക്ക് പലരും ഇത് വെച്ചാൽ എനിക്കിട്ട് പ്രയോഗം നടത്തിയിട്ടുണ്ടെങ്കിലും ഞാൻ നന്നായിട്ടില്ല. എന്നാൽ പിന്നെ എന്നെ ഞാൻ തന്നെ നന്നാക്കാമെന്ന് വിചാരിച്ചു. അതും നടക്കും തോന്നില്ല. പിന്നെ എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും നട്ടപ്പൊരു വെയിലായിട്ടുണ്ടായിരുന്നു. എന്നാൽ പിന്നെ ആമാശം നൽപ്പിക്കാമെന്ന് കരുതിയിട്ട് ഞങ്ങൾ നേരെ പോയിട്ട് ഒരു ബേക്കറിയിൽ കയറി. അവിടെ ചെന്നിരുന്ന് തിരിഞ്ഞും പറഞ്ഞും കൂലങ്കഷമായ ചർച്ചകൾക്കൊടുവിൽ ഞങ്ങൾ 2 ഷേക്കും ഒരു ഫ്രഷ് ലൈം ജ്യൂസും പറഞ്ഞിട്ടുണ്ട്. അവരിതൊക്കെ പ്രിപ്പയർ ചെയ്തുകൊണ്ട് വരുന്നത് വരെ ഇനി ഞങ്ങളുടെ ഷോ. കുട്ടുമക്കുട്ടു ഇത് സൂപ്പിടില്ലല്ല, ഇത് കുട്ടുമക്കുട്ടു. പിന്നെ സാധനം വരാതായപ്പോൾ കുറച്ച് നേരം കാറ്റൊക്കെ കൊണ്ടിരുന്നു. അപ്പോഴത്തേക്കും എൻ്റെ ഫ്രഷ് ലൈം വന്നിട്ടുണ്ട്. അത് ഞങ്ങൾ 2 പേര് കൂടി ഷെയർ ചെയ്ത് കുടിച്ചു കേട്ടോ. അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ സ്ട്രോബെറി ഷേക്ക് വന്നിട്ടുണ്ട്. അതിൻ്റെ മണ്ടയിൽ അണ്ടിപ്പരിപ്പും പിന്നെ ചെറി. ഇത് ആർക്ക് വേണമെന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു. പിന്നെ അവിടെ കിടന്ന് തമ്മിത്തല്ല. പിന്നെ അന്യനും അമ്പിയും കളിച്ചുകൊണ്ട് അവരവിടെ ഇരുന്ന് അത് കഴിച്ചു. ബാക്കി വന്ന് എനിക്ക് തന്നു കേട്ടോ. വേസ്റ്റ്. ഷേക്ക് മേടിച്ച് കൊടുത്തതല്ലേന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവരെ നടത്തി വീട്ടിൽ ചെല്ലും. പോണ വഴിക്ക് നാട്ടിലെ ഏറ്റവും വലിയ പണക്കാരൻ്റെ വീട് കണ്ടപ്പോൾ അവിടെ നിന്ന് കുറച്ച് ഷോയൊക്കെ ഇറക്കി അവിടെ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തു. ഇനി മക്കളുടെ ഫോട്ടോ മാത്രം അവിടെ നിന്ന് എടുത്തുനിന്ന് കരുത്തിക്കൊണ്ട് പണക്കാരന് ഈഗോ അടിക്കേണ്ടെന്ന് കരുതി ഞാൻ എൻ്റെ ഒരു വീഡിയോയും കൂടെ എടുത്തിട്ടുണ്ട്. വഴുതെറ്റി പോകാതിരിക്കാനായിട്ട് വെളുത്ത ലൈനിൽ കൂടെ പോകുന്ന എൻ്റെ കൊച്ച്. എൻ്റെ സ്വഭാവം അറിയാവുന്നതുകൊണ്ടായിരിക്കും പ്രകൃതി എനിക്ക് കനിഞ്ഞ് അനുഗ്രഹിച്ച് എനിക്ക് തിന്നാനും കുടിക്കാനുള്ള വകയൊക്കെ ഞാൻ പോണ വഴിയൊക്കെ തരാറുണ്ട്. നടന്ന് മടുത്തപ്പോൾ അവിടുത്തെ വെയിറ്റിംഗ് ഷെഡിൽ കയറി കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. കടവാവിൽ പോലെ തൂങ്ങി കിടക്കുന്ന കണ്ടോ. പിന്നെ കുപ്പി മാറിയിരിക്കും അങ്ങോട്ട്. കണ്ടോ എൻ്റെ മാങ്ങ. ഇനി സഞ്ചി വലുതാക്കണം, തോൾ സഞ്ചി വലുതാക്കണം. വഴിയെ പോകുമ്പോൾ കിട്ടുന്ന സാധനങ്ങളൊക്കെ പെറുക്കിയിടണ്ടേ. പിന്നെ വീട്ടിൽ വന്ന് കിട്ടിയ മാങ്ങ ഒരു മാങ്ങ പുഴുവായിരുന്നു കേട്ടോ. ബാക്കി 2 കിട്ടി. പിന്നെ കഥകളൊക്കെ പറഞ്ഞ് അന്നത്തെ വിശേഷങ്ങളൊക്കെ